രോമാഞ്ചമായിട്ട് അടിക്കരുത്, എന്നെ ആസ്ഥാന സൈക്കോ ആക്കി മാറ്റരുത്. അവാർഡ് എനിക്ക് കിട്ടും, സൈമ അവാർഡ്. അശോകൻ ചേട്ടനോട് ചോദിച്ച സമയത്ത് പറഞ്ഞു അവൻ എഞ്ചിനീയറിംഗിന് വിടാനായിരുന്നു താല്പര്യം എന്ന് പറഞ്ഞു. അച്ഛന് പിന്നീട് അച്ഛൻ പറഞ്ഞ ഞാൻ 11th നും 12th നും കൊമേഴ്സ് എടുത്തതെന്ന്. എനിക്ക് കൊമേഴ്സേ പറ്റുള്ളൂ, കാരണം എന്റെ ബുദ്ധിയും വിവരം വെച്ചിട്ട് എനിക്ക് എനിക്ക് പറ്റില്ല. ഇത് കേൾക്കുമ്പോ കൊമേഴ്സ് പിള്ളേർക്ക് പ്രശ്നം കേട്ടോ, ഭയങ്കര പണിയാണ് സയൻസ് പഠിക്കാൻ. ബിസിനസിന് വേണ്ടിട്ടായിരുന്നു കൊമേഴ്സ് എടുത്തത്. നെപ്പോട്ടിക് കിഡിന് എന്തും പറയാം, അവര് കാശിൽ കിടന്ന് വളർന്നത് കൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ കേട്ട പിള്ളേര് പഠിക്കണമെങ്കിൽ ഞാൻ ഒരു മാഷയെ മാറിയാലേ. പുണ്യാളനും സംഘവുമാണ് എനിക്കൊപ്പം ഉള്ളത്. സ്വാഗതം ചെയ്യുന്നു മഹേഷ് മധു, ബാലു വർഗീസ് ആൻഡ് അർജുൻ അശോകൻ. അപ്പം പുണ്യാളൻ ആരാണ് എന്നുള്ളൊരു ഇതുണ്ടോ? പുണ്യാളൻ അറിയാൻ പാടില്ലേ? ഇതിലെ പുണ്യാളൻ ആരാണ് അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. ആരാന്ന് ഇപ്പൊ പറയില്ല, പുണ്യാളനറിയാം. ശരി, അപ്പം എല്ലാവരുടെ ലൈഫിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പുണ്യാളം വന്നിട്ടുണ്ടാവുമെന്ന് പറയുമല്ലോ. അതുപോലെ നിങ്ങളുടെ ഘട്ടത്തിൽ വന്ന ഒരു പുണ്യാളനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പുണ്യാളനെ അവതരിച്ചിട്ടുണ്ടോ? ഒരുപാട് നാൾ സിനിമ ചെയ്യാനായിട്ട് നടന്നു. അങ്ങനെ ഒരു സിനിമ എനിക്ക് സമ്മാനിച്ച എൻ്റെ പ്രൊഡ്യൂസറാണ് എൻ്റെ പുണ്യാളൻ. എൻ്റെ പുണ്യാളൻ ഇത് തന്നെയായിരുന്നു കാര്യം. ഞാനും ലൈഫിൽ സിനിമ എന്നുള്ളൊരു ഭയങ്കര സ്വപ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തേക്കൊരു ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പുറകെ പോകാൻ പറ്റുമോ എന്ന് അറിയാൻ പാടുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് ജീൻചേട്ടൻ എനിക്ക് ഹണിബീ കൊണ്ട് തന്നപ്പോൾ ജീൻചേട്ടനായിരുന്നു എൻ്റെ ജീവിതത്തിലെ പുണ്യാളൻ. വലിയ താടി മീശയൊക്കെ ഉള്ള, ഏകദേശം ശരിക്കും ഒരു പുണ്യാളൻ ലുക്കുള്ള പുണ്യാളൻ തന്നെയാണ് എനിക്ക് കിട്ടിയത്. സൗഭികായിരിക്കും എന്തായാലും പുണ്യാളൻ. കാരണം എന്തായിരിക്കും? പറവപ്പുണ്യാളൻ, ആ ഒരു പറവയിലൂടെ ആ ഒരു ഇതിന്റെ ആണോ? നിങ്ങൾ തന്നെ 10 ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചതാ, ഇവരെല്ലാവരും ഡെഫിനിഷൻ പറഞ്ഞ സ്ഥിതിക്ക് തന്നെ തീർച്ചയായിട്ടും. കാരണം സൗഭിക്കാണ് എനിക്കൊരു സ്റ്റാർട്ടും ഒരു ലൈഫും തന്നത്. അപ്പോൾ പ്രകാശം കൊണ്ടുവന്ന് തന്നത് സൗഭിക്കാറുണ്ട്. അപ്പം 3 പേരെ ലൈഫിലും പുണ്യാളിനെ പറ്റി പറഞ്ഞു. ഇനി ഈ സിനിമയിലേക്ക് വരാം. അപ്പം എങ്ങനെയാണ് ബാലുവിലൊരു അച്ഛനെ കണ്ടെത്തിയത്? അതുപോലെ തന്നെ എങ്ങനെയാണ് ബാലുവിൻ്റെ അച്ഛനെ കണ്ടെത്തിയത്? അതുപോലെ തന്നെ അർജുൻ ഒരു ചെറിയൊരു സൈക്കോ ഒക്കെ ഉള്ളൊരു ആളാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ടീച്ചർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അപ്പം എങ്ങനെയായിരുന്നു ഈ കഥാപാത്രങ്ങളിലേക്ക് എത്തിയത്? ഈ ഒരു സിനിമയുടെ കഥ ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം അച്ചുചേട്ടനെ നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇതിൻ്റെ അച്ചുചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ. പിന്നെ ബാലുചേട്ടനിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലുചേട്ടൻ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതൊരു കോമഡി പരിപാടിയൊക്കെ ആയിട്ട് ഉള്ള, എനിക്കും ഇഷ്ടം അങ്ങനെയാണ്. ഇതിലൊരു അച്ഛൻ ആയിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു നമുക്കൊരു ഒരു ഒരു ആഗ്രഹം തോന്നുമല്ലോ. അങ്ങനെയാണ് ബാലുചേട്ടനിലേക്ക് എത്തിയത്. ഇതിലിപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ബാലുചേട്ടൻ എനിക്കിഷ്ടമുള്ള ബാലുചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കിങ് ലെയറിനെ കണ്ട പോലത്തെ ബാലുചേട്ടനാണ്. അപ്പോൾ ബാലുചേട്ടൻ ഒന്ന് ഞെട്ടണം, ഒന്ന് തമാശ പോലെ കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ ബാലുചേട്ടൻ എടാ അച്ഛനാണ്, അങ്ങനെയൊന്നും പറ്റൂല. അപ്പോൾ ബാലുചേട്ടൻ അത്രയും വളരെ രസകരമായിട്ടാണ് ബാലുചേട്ടൻ ഇതിൽ അച്ഛനെ അവതരിപ്പിച്ചേക്കുന്നത്. ഒരു എങ്ങനെയാണ് ഒരു പള്ളിയിൽ അച്ഛൻ ലോഹ കിട്ടുമെന്ന് കഴിഞ്ഞാൽ നമുക്കങ്ങനെ തോന്നും. അപ്പോൾ കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ് കിട്ടിയേക്കുന്നത്. എങ്കിലും എനിക്കും ഒരു അച്ഛനായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? അപ്പൊ ശരിക്കും ഞാനൊരു അച്ഛനായി, എന്റെ കൊച്ചിന്റെ അച്ഛനായപ്പോ പിന്നെ ആ ഒരു പ്രശ്നം എന്നെ മാറി കിട്ടി. എങ്കിലും പണ്ടങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ? ഒരിക്കലുമില്ല. എനിക്ക് 1ാം ക്ലാസ്സിൽ എന്തോ മറ്റോ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയ അച്ഛനാണെന്നൊക്കെ. അതേസമയം അർജുന എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി ഒരു സൈക്കോ ഒരു ക്യാരക്ടറാണ്, കുറച്ച് എക്സെൻട്രിക് ആണ്. അപ്പം സിനു ഈ പറഞ്ഞ മാതിരി കുറച്ചൊരു സൈക്കോ ഉള്ള ഒരു ആളായിരുന്നല്ലോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇതിലത്തെ ഒരു കഥാപാത്രം വന്നപ്പം? എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്? ശ്രദ്ധിക്കുക റിപ്പീറ്റ് അടിക്കാണ്ട് നോക്കുക എന്നുള്ള പരിപാടി മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഭയങ്കര വ്യത്യസ്ത ലുക്കൊക്കെയാണ്. രസമുണ്ട്. കുറച്ച് പ്രമേയം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത പടമാണ് ഇതല്ലേ. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വേണമെന്ന് പറഞ്ഞപ്പോൾ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ചേട്ടൻ കറക്റ്റായിട്ട് ആ താടി ആ ഒരു ഷെയ്ഡും പിന്നെ ഇതിൽ ചെറിയ ഒരു സീക്രട്ട് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടൊക്കെയാണ് അങ്ങനത്തെ ഒരു ലുക്ക്. എന്താന്ന് ഞങ്ങൾ പറയില്ല. ഇത് പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ഒരു ഫാൻറ്റസി കോമഡി ത്രില്ലർ കാറ്റഗറിയിലുള്ള ഒരു പടമാണ്. നമ്മളിപ്പോൾ ഈ ട്രെയിലറെ കാണുമ്പം ഇപ്പോൾ ഒരു പള്ളിയിലച്ഛൻ്റെ റൂമിലേക്ക് ഒരു കോമഡി ത്രില്ലർ ഫാമിലി ഡ്രാമ. അപ്പോൾ ഒരു പള്ളിയിലച്ഛൻ്റെ റൂമിലേക്ക് ഒരു പെണ്ണ് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന നിങ്ങളെ നോർമൽ കോമൺ പീപ്പിൾസ് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്ക് അപ്പുറത്തുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരി, ഈ അച്ഛൻ പുണ്യാളൻ അതുപോലെ തന്നെ ഈ ഒരു നിഗൂഢത സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഫിലിംസ് നമ്മൾ മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഒന്നും ബന്ധമില്ല, ഒരുപാട് പേര് അത് താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കപ്പ്യാരെ കൂട്ടമണി തൊട്ടിട്ട് പിന്നെ ആമീൻ വരുന്നുണ്ട്, പിന്നെ എന്താടാ സജി, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഈ പുണ്യാളനൊക്കെ ആയിട്ടൊരു ബന്ധമുള്ള പടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. പുതിയ സംവിധായകൻ ഒരു പുതിയ പടം ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും ഞാൻ ആഡ്സൊക്കെ ചെയ്ത് അങ്ങനെ പരിചയമുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് നമ്മളിതിലേക്ക് വന്നത്, ലിഗോ ജോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുണ്യാളനാണ്. എൻ്റെ ഒരു ടെൻഷനും തന്നിട്ടില്ല. അതുപോലെ ബാലചേട്ടനും
അച്ചുവേട്ടനായാലും അനശ്വര ആയാലും സൗഹൃദപരമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നല്ല തണുപ്പും ഉള്ള ക്ലൈമറ്റും കുട്ടിക്കാനത്തൊക്കെയാണ്. നല്ല ലൊക്കേഷൻ, നല്ല അടിപൊളി ലൊക്കേഷൻ, എല്ലാം കൊണ്ടും ഭയങ്കര പോസിറ്റീവ്, പേര് പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിനിമയാണ്. അത് നിങ്ങൾ പ്രേക്ഷകർ കാണുമ്പോഴും മനസ്സിലാവും. വളരെ ചിരിച്ച് കളിച്ച് നല്ല സന്തോഷിച്ച് കണ്ടിറങ്ങാൻ പറ്റുന്നൊരു സിനിമ. നിങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഒരു 3-4 ചിത്രങ്ങളായില്ലേ? പക്ഷെ അതിന് മുമ്പുള്ള ഒരു സൗഹൃദമാണ്. അപ്പം നിങ്ങളുടെ ഒരു കോംബോ ഞങ്ങൾ ഒരുമിച്ച് ഒരേ ലൊക്കേഷൻ വന്നവരാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു? പക്ഷെ നമ്മളുടെ ഇപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ആരോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പടമാണല്ലോ ഒരുമിച്ച് കാണാൻ. പക്ഷെ നമ്മൾ ആക്ച്വലി ഒരുപാട് പടങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ല. 4-5 ചിത്രം, 4-5 ഒന്നുമില്ല. ഇപ്പൊ പല്ലോട്ടി ഒരു ദിവസമാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. ജാനേമൻ ഉണ്ട്, പിന്നെ സുരേഷ് സുരേഷിന് ഞങ്ങള് കോമ്പിനേഷൻ ഇല്ലാതെ കോമ്പിനേഷൻ സിനിമ ഒരുമിച്ച് അഭിനയിച്ച പടങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞു ജാനമൻ, പല്ലോട്ടി. പക്ഷെ എല്ലാവർക്കും സ്വന്തം പുണ്യാണ് ഇപ്പൊ ചെയ്തത്, വന്നിട്ടില്ല. പക്ഷെ എല്ലാരും കാണുമ്പോഴും നിങ്ങൾ മറ്റേ ഒരുമിച്ച് കുറെ കാലം അഭിനയിച്ചേക്കാണ് ഞാൻ സൈജു ഏട്ടനായിട്ടാണ് 5 പടത്തോളം അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ ഈ ഒരു കോംബോയി അതെങ്ങനെയായിരുന്നു ഈ ഫിലിമിനകത്ത് വർക്ക് ചെയ്തത്? ഇതിനകത്ത് മാത്രമല്ല, ഔട്ട്സൈഡ് അല്ല, ഇപ്പൊ അച്ചുവായിട്ടുള്ള പരിപാടി. അച്ചു എൻ്റെ ബ്രദറാണ്, നമ്മള് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു സുഖം എപ്പോഴും ഉണ്ടാവും നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ. നമുക്ക് എന്നെ സംസാരിക്കുകയാണ്, നമുക്ക് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന ഒരു നാണവും മറയില്ലാതൊക്കെ സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ സംസാരിക്കാം. കാര്യം ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലല്ല, കാര്യം ഓൾറെഡി ഞങ്ങൾ അങ്ങനത്തെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സുഖം വല്ലാണ്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് സാറുണ്ട്, രഞ്ജിത്ത് പണിക്കർ കേൾക്കൂ. രഞ്ജിത്ത് റൈറ്ററാണ്, അങ്ങനെ ഒരുപാട് തലമുറകൾ കണ്ടിട്ടുള്ള ആളല്ലേ. അപ്പോൾ പുള്ളി വന്നപ്പോൾ എല്ലാവരും എന്നെ പേടിപ്പിച്ചു. രഞ്ജിത്ത് സാറ് ഭയങ്കര അഡമൻ്റാണ്, ഭയങ്കര മമ്മൂക്കെ പോലെയൊക്കെയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ അങ്ങനെ പുള്ളിയെ കണ്ടത്. പക്ഷെ അദ്ദേഹം പോലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഡാൻസ് കളിപ്പിച്ചിട്ടാണ് നമ്മൾ വിട്ടേക്കുന്നത് ഈ പടത്തിൽ. അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പോലും ഭയങ്കര കൂൾ ആയിരുന്നു ഈ പടത്തിൽ. കുറേ സ്ക്രിപ്റ്റുകൾ എഴുതി. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധപ്പെട്ട ആർട്ടിസ്റ്റുകൾക്കൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരുവിധപ്പെട്ട പ്രൊഡ്യൂസേഴ്സിൻ്റെ ഫ്ലാറ്റുകളും ഒരുപാട് കയറി നടന്നിട്ടുണ്ട്. പുണ്യാളിലേക്ക് എത്തിയതൊരു പെട്ടെന്നൊരു ട്വിസ്റ്റാണ്. ആക്ച്വലി ഞാൻ എഴുതുന്ന കഥകളും ഒക്കെ കുറച്ച് ഈ പറഞ്ഞ പോലെ ത്രില്ലർ, നോൺ ലീനിയർ, ഹൈപ്പർ ലിങ്ക് ടൈപ്പൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഉപദേശിക്കും, എടാ ആദ്യത്തെ പടം നീ ഒരു എക്സ്പെരിമെൻ്റൽ പരിപാടിയൊന്നും പിടിക്കരുത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു കൂൾ പരിപാടി പിടി. അങ്ങനെ ആണ് പുണ്യാളിലേക്ക് എത്തിയത്. പുണ്യാളൻ കംപ്ലീറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഇവരുമായിട്ട് മുമ്പ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് പരസ്യ ചിത്രങ്ങളൊന്നും? ശേഷം ഒരു പരസ്യം ചെയ്തു. ഇതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. ഞാൻ വെച്ചാൽ നിങ്ങൾ ലോങ് ടൈം ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ളതായിരിക്കും. അല്ല, അപ്പം എങ്ങനെയായിരുന്നു ഇവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്? ഇപ്പോൾ പറഞ്ഞല്ലോ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്, റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരോട് ചെല്ലുന്ന സമയത്തും ഉള്ളിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ? എനിക്ക് കഥ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഈ കഥ അർജുൻ ചേട്ടൻ ചെയ്താൽ, ബാലുചേട്ടൻ ചെയ്താൽ അത് അത്രയും രസകരമാകും എന്നുള്ളൊരു ഭയങ്കര കോൺഫിഡൻസ് വരുമല്ലോ നമുക്ക്. അതിപ്പം കഥ ആലോചിക്കുമ്പോൾ എഴുതുമ്പോഴൊക്കെ വരുമല്ലോ. അപ്പോൾ ഇതിൻ്റെ റൈറ്ററായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവർ തന്നെയാണ് എന്നുള്ളൊരു മനസ്സിൽ ആ ഒരു ഉറപ്പിൽ തന്നെ പോയി കഥ പറഞ്ഞു. അപ്പം തന്നെ അച്ചുവേട്ടനാണ് ആദ്യം നമുക്ക് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഹുക്ക് ചെയ്ത സംഭവം എന്തായിരിക്കാം? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ ഒരു പുതുമുഖ സംവിധായകനാണ്. മേജറിലൊരു എനിക്ക് ഭയങ്കര ഫാന്റസി പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് ചെയ്തല്ലോ. ഫാന്റസി പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. ഇത് പോസ്റ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, പറക്കണ കാറ്. എനിക്ക് അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായ ഒരു ജോണറിൽപ്പെട്ടൊരു പടമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വന്നു. പിന്നെ നോക്കുമ്പോൾ ക്യാരക്ടർ വൈസും ഇപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ രോമാഞ്ചമായിട്ട് അടിക്കരുത്, എന്നെ ആസ്ഥാന സൈക്കോ ആക്കി മാറ്റരുത്. കാരണം മൂന്നാമത്തെ പടം ഒരു പടം കൂടി മികച്ച അവാർഡ് എനിക്ക് കിട്ടും, സൈമ അവാർഡ്. അതൊക്കെ നോക്കിയപ്പോൾ ഇവർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം അതൊക്കെ പോരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യത്തിൽ പറഞ്ഞല്ലോ, ഇപ്പം ഈ സിനിമയിലേക്ക് എത്തിപ്പെടാൻ നേരത്ത് ഓരോരുത്തരുടെ ലൈഫിൽ വന്നതാണ് നിങ്ങളുടെ ലൈഫിലെ പുണ്യാളെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എത്തിപ്പെടാൻ നിങ്ങൾ രണ്ടുപേരും സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. പക്ഷേ എത്തിപ്പെടാനൊരു സംഭവം അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നത്? ലൈക്ക് എങ്ങനെ കയറും എന്നുള്ളൊരു സംഭവം എപ്പോഴെങ്കിലും ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നോ? നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞതിനകത്ത് തന്നെ ഒരു സംഭവം ഉണ്ട്. കാര്യം നിങ്ങൾ മറ്റേ സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെന്ന് നിങ്ങൾ പറഞ്ഞു.
അപ്പോൾ സിനിമ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉള്ളൊരു വേറെ സംഭവിച്ചാൽ നമുക്ക് പണ്ട് തുടങ്ങി ഇതാണ് കാണുന്നത്, അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സംഭവമായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പത്തിൽ, അപ്പോൾ എൻ്റെ പപ്പയും അമ്മയും ആരും എൻ്റെ പരിപാടി ഇല്ല, പക്ഷേ എൻ്റെ അങ്കിളുണ്ട്, ലാലങ്കിളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ചെറുപ്പത്തിലേ കാണാൻ നേരത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ലൊക്കേഷനിൽ പണ്ട് പോയിട്ടുണ്ട്. ലൊക്കേഷനുകളിൽ പോകുമ്പോൾ ഒരാളിരുന്ന് മറ്റേ ക്യാമറ എന്ന് പറയുമ്പോൾ ക്യാമറ, ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഓൺ ആകുന്നു എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഇവിടെ നടക്കണു. അപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ടൊരു മനുഷ്യൻ നിൽക്കുന്നു, ഇത് അഭിനയിക്കാനുള്ള ഒരാൾ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ പ്രോസസ്സ് ഇവിടെ നടക്കുന്നു. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പലരും മറ്റേ നെപ്പോട്ടിസം കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ അതൊന്നും അല്ല ബ്രോ. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞത് നമുക്കിത് കണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുണ്ട്, അതിനകത്ത് എന്തെങ്കിലും സംഭവം ചെയ്യണമെന്ന് പണ്ടേ ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു സമയം വന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞപ്പോൾ അതിന്റെ പുറകെ പോകുന്നു. ചോദിച്ചിരുന്നില്ല ഈ ഒരു ഏജിലെ, നമ്മൾ ഈ ഒരു കടന്നു വരുന്ന ഘട്ടത്തിലെ ചോദിച്ചിരുന്നു? അപ്പൊ ലാൽ സാറിനോടായ പോലും ഇല്ല, ഞാനങ്ങനെ ആഗ്രഹവും പറഞ്ഞിട്ടില്ല. ഇല്ല, അല്ല ഉറപ്പായിട്ടും അതായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയ. വേറെ ഒന്നിനെ പറ്റി ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലേ? വേറൊരു കരിയർ അങ്ങനെ? ഞാൻ കളക്ടർ ആവണമെന്ന്, എറണാകുളം ജില്ലാ കളക്ടർ ആവണമെന്ന് വെറുതെ പറഞ്ഞ കാര്യട്ടോ ഇല്ല. നമ്മ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. വേറെ ഇപ്പൊ സിനിമയിൽ വന്ന് നീ എന്ത് ചെയ്തേ? ഞാൻ കാർ വാഷ് എടുത്തിട്ടുണ്ടാവും. കാർ ബന്ധപ്പെട്ട പരിപാടികൾ അപ്പൊ എഞ്ചിനീയറിംഗിന് പോയത് അപ്പൊ എന്ത് അല്ല, ഹരീഷ് അശോകൻ ചേട്ടനോട് ചോദിച്ച സമയത്ത് പറഞ്ഞു അവൻ എഞ്ചിനീയറിംഗിന് വിടാനായിരുന്നു താല്പര്യം എന്ന് പറഞ്ഞു. പിന്നീട് അച്ഛൻ അറിഞ്ഞ ഞാൻ 11th 12th കൊമേഴ്സ് എടുത്തത്. അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അച്ഛൻ ആ സമയത്ത് ഇല്ല. അച്ഛൻ ലൈക്ക് എനിക്ക് കൊമേഴ്സേ പറ്റുള്ളൂ, കാരണം എന്റെ ബുദ്ധിയും വിവരം വെച്ചിട്ട് എനിക്ക് ഇത് കേൾക്കുമ്പോ കൊമേഴ്സ് പിള്ളേർക്ക് പ്രശ്നമാട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാ കൊമേഴ്സ് എടുത്താൽ എനിക്ക് ഭയങ്കര പണിയാണ് സയൻസ് പഠിക്കാൻ. ബിസിനസിന് വേണ്ടിട്ടായിരുന്നു ഞാൻ കൊമേഴ്സ് എടുത്തത്. ശരി, കുഴപ്പമില്ല. അപ്പൊ കൊമേഴ്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു, എഞ്ചിനീയർ ആക്കണം അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സിനിമയുടെ വഴിയിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ ഇതേപോലെ തന്നെ കാരണം അച്ഛന് പേടിയായിരുന്നു. അച്ഛൻ ഒരു പോയിന്റ് കഴിഞ്ഞ ശേഷം പടങ്ങളില്ലാതായപ്പോ വീട്ടിൽ അത്യാവശ്യം നല്ല ദാരിദ്ര്യം പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ മകനെ സിനിമ കേട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും അവന് ബാക്കപ്പായിട്ട് എന്തെങ്കിലും പരിപാടി വേണമെന്ന് പണ്ട് തൊട്ട് അച്ഛന് ആഗ്രഹമുണ്ട്. കാരണം അച്ഛനെ ചെയ്തു നോക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറവ എന്നുള്ള ചാൻസ് കിട്ടണ സമയത്ത് ഞാൻ സിനിമ ചാൻസ് ചോദിച്ച് കുറേ നടന്നു. ഇപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ അച്ഛൻ സിനിമയിലാണെങ്കിലും ഒരു ചാൻസ്, ഒരു തുടക്കം കിട്ടാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ സമയത്ത് അച്ഛന് കോണ്ടാക്ട്സ് ഉണ്ടെങ്കിലും അച്ഛന് തന്നെ സിനിമകൾ ഭയങ്കര ചുരുക്കമായിരുന്നു. അങ്ങനെ പല ആൾക്കാരുടെ അടുത്ത് എനിക്കപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട പടങ്ങളായിരുന്നു ചാപ്പ, കുരിശൊക്കെ. അപ്പം അങ്ങനെ അമലേട്ടൻ്റെ അടുത്തും സമീർക്ക് അടുത്തൊക്കെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. കുറേ ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ബിസിനസ് പരമായി വേണം, കാരണം വീട് നോക്കണം. കാരണം എൻ്റെ പരിപാടിയും കഴിഞ്ഞു തുടങ്ങി. എനിക്കാണെങ്കിൽ BCom വിത്ത് 3 സപ്ലിയും കൂടിയാണ്, എവിടെ പോയി ജോലിയും കിട്ടൂല. അപ്പോൾ എന്തെങ്കിലും വേണം. അപ്പം അച്ഛൻ പറഞ്ഞ് MBA പഠിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് പേപ്പർ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞാൽ ആ കാശ് വെറുതെ മുടക്കണ്ട, നമുക്ക് ഒരു ബിസിനസ് പോലെ തുടങ്ങാം, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെയാണ്. അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് കാശൊക്കെ മേടിച്ചിട്ടാണ് കാർ വാഷ് തുടങ്ങിയത്. അപ്പോഴാണ് കറക്റ്റായിട്ട് പുണ്യാളെ പോലെ സൗബിക വന്നിട്ട് പറവയിലൊരു ചാൻസ് കിട്ടിയത്. അപ്പോൾ ബാക്കപ്പ് ഉണ്ടെങ്കിലും ആൾക്കാർ സിനിമയിലുണ്ടെങ്കിലും സത്യം പറഞ്ഞ സിനിമയ്ക്ക് കയറി പറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭാഗ്യമുണ്ട്, അത് ഭാഗ്യം മാത്രമല്ല, അത് എഫേർട്ടാണ്, തലവരെയാണ്, ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് ഫാക്ടേഴ്സ് ആയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണം, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. കഴിഞ്ഞൊരു എനിക്ക് ഒരു കോളേജിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് തമാശക്ക് എല്ലാ കോളേജിലും പറയുന്ന കാര്യമാണ്, മാക്സിമം കുറച്ച് പഠിക്കാൻ മാക്സിമം അലമ്പുക. പക്ഷെ ഒരു എൻഡിങ് ഫേസ്, ഒരു ഫാക്ട് പോലെ ഞാൻ പറഞ്ഞു പോകണേ, തമാശക്ക് പറയണേ. അപ്പം അതൊരു ന്യൂസ് എഴുത്തായിട്ട് വന്നു. കാരണം നെപ്പോട്ടിക് കിഡിന് എന്തും പറയാം, അവർ കാശിൽ കിടന്ന് വളർന്നതുകൊണ്ട്. ഇവിടെ പാവപ്പെട്ട പിള്ളേർ കോളേജിൽ പഠിക്കുമ്പോൾ എന്താണ് അവർക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ, ഇപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ കേട്ട പിള്ളേർ പഠിക്കണമെങ്കിൽ ഞാൻ ഒരു മാഷയെ മാറിയാലേ, ഒരിക്കലും ഇല്ല. അപ്പം ഞാനത് തമാശക്ക് പറഞ്ഞാണ്, കുറച്ച് പഠിക്കാൻ മാക്സിമം അലമ്പ. കാരണം നമുക്ക് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ ഒരു മെമ്മറീസ് കോളേജിലൊക്കെ, അതുണ്ടാക്കാൻ ഉദ്ദേശമാണ്. പക്ഷെ അത് ഭയങ്കര റൈറ്റപ്പ് ആയിട്ടൊക്കെ വന്നു. കൊള്ളാം, ഞാൻ പറഞ്ഞാലും ജ്യൂസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇപ്പം സിനിമയിൽ കയറി എല്ലാവരും, സിനിമയിൽ കയറി ചാൻസ് കിട്ടിയാലും പിന്നെയും കിടക്കണ 100 തരം എഫേർട്സ്. എല്ലാ ദിവസവും എവറി ഡേ ഈസ് എ ന്യൂ ഡേ. നമ്മള് സക്സസ് എന്ന് പറയണതും ഇപ്പോൾ അവസാനത്തെ നമ്മുടെ സിനിമ വരെ ഉള്ളൂ. അടുത്ത സിനിമ
നമ്മൾ അതിന് പിന്നെയും പണിയെടുത്തുകൊണ്ടിരിക്കണം. അത് നന്നാവണമെങ്കിൽ നമ്മൾ പിന്നെയും പണിയെടുത്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടാലേ അത് എസ്പെഷ്യലി നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. ആളുകൾ സക്സസ് ഇസ് ആക്ച്വലി ഫോർ എ പീരിയഡ്. ആ സമയം കഴിഞ്ഞാൽ അടുത്ത പടം വരും, അത് സക്സസ് ആവും. നിലനിർത്തണമെങ്കിൽ കുറച്ച് പാടാണ്. നിലനിൽത്തല്ല, അത് റിപ്പീറ്റ് ചെയ്യണം, നമ്മൾ ശ്രമിക്കണം. സക്സസ് പിന്നെയും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം.